നമസ്കാരം. ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണിയായിട്ടുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. അപ്പൊ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റാണ് നിങ്ങൾ കാണുന്നത്. അതായത് നമ്മൾ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷൻ അതിനെന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പ്രഗ്നൻസിയിൽ യൂഷ്വലി പലർക്കും പല സൈഡിൽ നിന്നും ഇവിടെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, തിരിഞ്ഞു കിടക്കരുത്, ഇന്നത് കഴിക്കരുത്, അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് നമ്മുടെ മുതിർന്നവർ പറയുന്ന ഒരു സമയമാണ്. പക്ഷെ പല കാര്യങ്ങൾക്കും ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അവർക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് അതിലെന്തേലും അവർ പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അവർ പറയുന്ന കേൾക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതില് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് പൊസിഷൻ. അത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പ്രഗ്നൻസിയിൽ പൊതുവേ നമുക്ക് ഹോർമോൺസിന്റെ ഒക്കെ ഇഫക്റ്റ് കാരണം കുറച്ചൊരു നടുവേന, ബാക്ക് പെയിന് അത് കോമൺ ആണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന കാര്യത്തില് ഗർഭിണികൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നടു ഒത്തിരി മുന്നോട്ടായാലും പുറകിലോട്ടായാലും വളച്ചിരിക്കുന്നത് നമുക്ക് നടുവേദന കൂടാനായിട്ട് ഒരു കാരണമാവും. അപ്പൊ കഴിയുന്നതും ഗർഭിണികൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരിക്കുമ്പോൾ നടുവ് കഴിയുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുന്നതായിട്ട് കാണാറുണ്ട്. എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി ഇരിക്കുക, നടുവ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അതാണ് സിറ്റിംഗ് പൊസിഷനെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ കുറച്ച് പ്രഗ്നൻസി അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും വരുന്ന ഒരു ഇഷ്യൂ ആണ് കാലില് നീരായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പം ഒത്തിരി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇപ്പൊ ഡെസ്ക്ടോപ്പിലൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് മണിക്കൂറുകളോളം ചിലപ്പോൾ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് കാല് താഴേക്ക് ഒത്തിരി നേരം തൂക്കിയിട്ടിരിക്കാനായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി സമയം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമ്പോൾ കാല് നിലത്ത് മുട്ടാതെ തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് കാലിൽ നീര് വരുന്നത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിയിൽ ഒരു കാല് ചെറിയൊരു സപ്പോർട്ട് വെച്ച് ചെറിയൊരു സ്റ്റൂളോ എന്തെങ്കിലും വെച്ച് ഇച്ചിരി ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിൽ നീര് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നല്ല, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുവഴി കാലിലുണ്ടാവുന്ന അസ്വസ്ഥതയും പെയിനും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. അതാണ് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കിടക്കുന്ന കാര്യത്തിലാണെങ്കിലോ, കിടക്കുന്ന കാര്യത്തിൽ ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് ഒരു നമ്മുടെ യൂട്രസ് ആണെങ്കിലും കുഞ്ഞാണെങ്കിലും വളർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 14-16 ആഴ്ച വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടുപ്പല്ലിന് താഴെയായിരിക്കും നമ്മുടെ യൂട്രസ് ആണെങ്കിലും ഗർഭപാത്രം ആണെങ്കിലും കുഞ്ഞാണെങ്കിലും. അപ്പൊ ആ സമയത്ത് ഒരു ഗർഭിണി എങ്ങനെ കടന്നാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കമന്ന് കടന്നായിക്കോട്ടെ, നിവർന്ന് കടന്നായിക്കോട്ടെ, ഇടത്തോ വലത്തോ അവരുടെ കംഫർട്ടബിൾ പൊസിഷനിൽ ചരിഞ്ഞു കിടക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഒരു 16 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുതൽ യൂട്രസും കുഞ്ഞും എല്ലാം വയറിന്റെ ഭാഗത്തേക്ക്, അതായത് കുഞ്ഞിന്റെ വളർച്ച അനുസരിച്ച് മേളിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ ആ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാ ഗർഭിണികളോടും പൊതുവെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തുവശം ചരിഞ്ഞ് കിടക്കാനാണ്. അതായത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ നമ്മൾ പറയും. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂട്രസിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ 2 മേജർ ബ്ലഡ് വെസൽസ്, 2 മെയിൻ ആയിട്ടുള്ള രക്തക്കൊഴലുകൾ പോകുന്നത്. ഒന്ന് അയോർട്ട നമ്മൾ പറയും, 2 ഇൻഫീരിയർ വെയിന കാവ എന്ന് പറയും. ഈ അയോർട്ട എന്ന് പറയുന്ന രക്തക്കൊഴലാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. ഇൻഫീരിയർ വെയിന കാവ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള അശുദ്ധമായിട്ടുള്ള രക്തം തിരിച്ച് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴലാണ്. അപ്പൊ ഇത് രണ്ടും ഈ ഗർഭപാത്രത്തിന്റെ ജസ്റ്റ് പുറകിലായിട്ടാണ്. ജസ്റ്റ് ഇപ്പൊ നമ്മൾ കിടക്കുന്ന പൊസിഷനിലാണെങ്കിൽ യൂട്രസിന്റെ ജസ്റ്റ് പിന്നിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോ ഗർഭിണി ആയിരിക്കുമ്പോൾ ഇനിഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു 16-18 ആഴ്ചയായി കഴിയുമ്പോഴത്തേക്കും യൂട്രസ് നമ്മൾ നിവർന്ന് കിടക്കുകയാണെങ്കിൽ വന്ന് ഈ 2 രക്തക്കൊഴലുകളിൽ കംപ്രസ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോർട്ടെ കംപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തയോട്ടം പല സ്ഥലത്തേക്കുള്ള ഇൻക്ലൂഡിങ് നമ്മുടെ യൂട്രസിലേക്കും കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറച്ച് കുറയാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇനി ഇൻഫീരിയർ വെയിന കാവയുടെ സൈഡിലാണ് കംപ്രഷൻ വരുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ തിരിച്ച് അശുദ്ധ രക്തം
ഹൃദയത്തിലേക്ക് വരുന്നതിനെ കുറച്ച് സ്ലോ ആക്കും. അപ്പോഴാണ് കാലിലെ നീര് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും ഏതെങ്കിലും ഒരു വശം ചരിഞ്ഞ് കിടക്കാൻ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇടത്ത വശം ചരിഞ്ഞ് കിടക്കാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫീരിയർ വീന കേവ, അതായത് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴല്, അതുപോലെ തന്നെ ലിവർ, ഇത് രണ്ടും റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് ഒരു ഗർഭിണി കിടക്കുകയാണെങ്കിൽ ഇത് രണ്ടിലും പ്രഷർ വരാനൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കഴിയുന്നതും ചരിഞ്ഞു കിടക്കുക, അത് തന്നെ ഇടത്തുവശം ചരിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇടത്തുവശം ചരിഞ്ഞു കിടക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള രക്തയോട്ടം അമ്മയുടെ ഗർഭിണിയുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് യൂട്രസിലേക്കും കുഞ്ഞിലേക്കും വരും. അപ്പോൾ കുഞ്ഞിന്റെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻഫീരിയർ വീന കേവയുടെ കംപ്രഷൻ ഇല്ല ഇടത്തുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ രക്തം പ്യൂരിഫൈ ചെയ്യാനായിട്ട് പോകുന്ന ആ പ്രോസസ്സിനും ഒരു തടസ്സം നേരിടാതെ അത് നടക്കും. ഈ രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള വിഷയം നമ്മൾ ഇടത്തുവശം ചരിഞ്ഞ് കിടക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നതിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഇടത്തുവശം ചരിഞ്ഞ് കിടക്കുമ്പോഴാണ് കഴിയുന്നതും ഈ കൂർക്കം വലി, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പ്രഗ്നൻസിയിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിയുന്നതും ഇടത്തുവശം ചരിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത്. കാരണം യൂട്രസിന്റെ ഒരു നോർമൽ ടെൻഡൻസി റൈറ്റിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാതെ ഇരിക്കും. ഇനി നമ്മളിങ്ങനെ ചരിഞ്ഞ് കിടന്നാൽ മാത്രം മതിയോ, അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. എപ്പോഴും ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുമ്പോൾ ബാക്ക് പെയിൻ ഒക്കെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അത് എങ്ങനെ ഒഴിവാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുമ്പോഴത്തേക്കും 2 പില്ലോസ് യൂസ് ചെയ്യാം. അതിൽ ഒരു പില്ലോ നമ്മുടെ വയറിന്റെ താഴെയായിട്ടും, അതായത് ചെറിയൊരു പില്ലോ അവിടെയും, കുറച്ച് ഒരു നോർമൽ സൈസ് ഉള്ള പില്ലോ നമ്മുടെ ബാക്കിൽ വെക്കുക. അപ്പോൾ 2 പില്ലോസിന്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുന്ന പോലെ. അപ്പൊ ആ രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിന് ഒരു സപ്പോർട്ടും ആവും, ഒത്തിരി സമയം ചരിഞ്ഞു കിടക്കുന്നതിന്റെ ഒരു അസ്വസ്ഥതയും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലോട്ട് ചരിയാനോ അല്ലെങ്കിൽ നിവരാനോ ഉള്ള സാധ്യതയും കുറയും. ഇനി നമ്മൾ അഥവാ ഇപ്പം നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇടത്തുവശം ചരിഞ്ഞാണ് കിടന്നത്, പക്ഷെ നമ്മൾ ഉണർന്നപ്പോഴത്തേനും നിവർന്ന് കിടക്കുന്നു അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കിടക്കുന്നു, അപ്പോൾ നമ്മൾ പാനിക് ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം കുറച്ച് സമയത്തൊക്കെ നമ്മൾ പൊസിഷൻ മാറിയാലും വലിയൊരു ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മൾ ഓർക്കുമ്പോഴത്തേനും നോർമൽ പൊസിഷനിലേക്ക്, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് ചരിഞ്ഞു കിടന്നാൽ മതിയാവും. ഇനിഷ്യലി അതായത് നമ്മൾ 16 ആഴ്ചയൊക്കെ ആവുമ്പോഴാണല്ലോ ഇഷ്യൂ വരുന്നത്. അപ്പൊ ആ സമയം നമ്മളൊരു 3-4 ആഴ്ച നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യേണ്ടി വരും, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ യൂഷ്വലി ഉള്ള ഹാബിറ്റ് അല്ലല്ലോ. യൂഷ്വലി ചിലപ്പോൾ നമ്മൾ നിവർന്നായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കമന്നായിരിക്കും കിടക്കുന്നത്. അപ്പം എന്ത് ഹാബിറ്റ് ആണെങ്കിലും ഫോം ചെയ്യാനായിട്ട് ഒരു 3-4 ആഴ്ച നമുക്ക് എടുക്കും. അപ്പൊ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സൈഡിൽ തന്നെ ആയിരിക്കും ചരിഞ്ഞു കിടക്കുക. പിന്നെ കിടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ കിടന്നിട്ട് എണീക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ആക്ച്വലി നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും കിടന്നിട്ട് എണീക്കുമ്പോഴാണെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് കിടക്കുന്നതും അതുപോലെ സ്ലോ ആയിട്ട് എണീക്കുന്നതാണ് നല്ലത്. അത് കിടക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബെഡിൽ ഇരിക്കുക, പിന്നെ നിവർന്ന് കിടക്കുക, പിന്നെ ഇടത്തുവശത്തോട് ചരിയുക. അപ്പൊ ഈ രീതിയിൽ സ്ലോ ആയിട്ട് ചെയ്യുക. എണീക്കുമ്പോഴാണെങ്കിലും പതുക്കെ നിവരുക, എണീറ്റിരിക്കുക, പതുക്കെ എണീക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിക്ക് പൊതുവേ നമുക്ക് ക്രാംസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് ഈ പറയുന്ന പീരീഡ്. അതായത് 16 ആഴ്ച കഴിഞ്ഞിട്ട് ആണ് പൊതുവേ ക്രാംസ് ഒക്കെ വരുന്നത്, ഉളുക്കൊക്കെ വീഴാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ പതുക്കെ കിടക്കുകയും പതുക്കെ എണീക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ പെട്ടെന്ന് കിടന്നു കഴിഞ്ഞാലൊക്കെ കാലിലും ക്രാംസ് വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം കാലിന് ഇതുപോലെ സ്ഥിരമായിട്ട് ക്രാംസ് വരുന്നവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടിന് താഴെയായിട്ട് 2 കാലിന്റെ ഇടയ്ക്ക് ഒരു പില്ലോ വെക്കുക നമ്മൾ ഇടത്തുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ. അത് നമുക്ക് ഈ പറയുന്ന കാലിനുള്ള ക്രാംസ് ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇപ്പൊ ഒത്തിരി നമ്മളിപ്പം ഞാൻ പറഞ്ഞത് സാധാരണ വീട്ടിലുള്ള പില്ലോ വെച്ച് ചെയ്യുന്നതാണ്. അല്ല, പ്രഗ്നൻസി പില്ലോ എന്ന് പറഞ്ഞ C ഷേപ്പിലും U ഷേപ്പിലും അങ്ങനെ പല ഇതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡിങ് പില്ലോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പലതും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനകത്ത്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അത്
സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അത് ബെഡിന്റെ ഒരു നല്ല ഏരിയ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ നമുക്ക് ചിലർക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പലർക്കും അത് സ്യൂട്ട് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നോർമൽ പില്ലോ ഒക്കെ വെച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല, പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരുന്നു, അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി പില്ലോ ഒക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റും. കാരണം ഉറക്കം നമുക്ക് പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയുള്ള ഒരു 7-8 മണിക്കൂർ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഗ്രോത്തിനും അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നഷ്ടമൊന്നുമില്ല. പിന്നെ പില്ലോയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാട്രസ്, നമ്മൾ കിടക്കുന്ന കിടക്ക എന്നുള്ളത്. അപ്പൊ കിടക്കയും ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ജസ്റ്റ് തൊട്ടാൽ തന്നെ ഒത്തിരി അങ്ങ് കുഴിഞ്ഞു പോകുന്ന കിടക്കുകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ചൊരു ഫേം ആയിട്ടുള്ള മാട്രസ് യൂസ് ചെയ്യുമ്പോഴാണ് ബാക്ക് പെയിനും എല്ലാം കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മാട്രസസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്താലും പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ട് ഈ സ്കാനിങ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു കിടക്കാണ്, അതായത് തല മേളില്. നോർമൽ പൊസിഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ തല താഴെയും കാലുകളുടെ മേളിലേക്കും കിടക്കുന്ന എന്നുള്ളതാണ്. ചിലപ്പോൾ അത് തിരിഞ്ഞു വരാം. നമ്മൾ ബ്രീച്ച് പ്രസന്റേഷൻ എന്ന് പറയും. അപ്പൊ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മേളിലും കാല് താഴെയായിട്ട് കിടക്കുന്ന പൊസിഷനാണ്. അത് പലരും പറയും അമ്മ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ അമ്മ ഒത്തിരി നേരം ഇരിക്കുന്നോണ്ടാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പൊസിഷനും അമ്മ കിടക്കുന്ന പൊസിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അമ്മ കിടക്കുന്നതിന്റെ പ്രശ്നം കൊണ്ടല്ല കുഞ്ഞിന് ഇതുപോലെ പൊസിഷൻ വ്യത്യാസം വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. വെള്ളം ചിലപ്പോൾ കുറവായിരിക്കാം, തീരെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം വളരെ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്രസിന് എന്തെങ്കിലും ചെറിയ ചരിവുകൾ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ വരാം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് മറുപിള്ളയുടെ പൊസിഷൻ. അതായത് അമ്മ കിടക്കുന്നതും ഇരിക്കുന്നതും മറുപിള്ളയുടെ പൊസിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം മിക്കവാറും കേസിൽ ഒരു 80-85% കേസിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപിള്ള ഇനിഷ്യലി താഴെയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് വളർന്ന് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പ്ലാസന്റയുടെ റിലേറ്റീവ് ആയിട്ടുള്ള പൊസിഷൻ മേളിലേക്ക് ആയിക്കോളും. അതിനും അമ്മ കിടക്കുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള പൊസിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ പ്രഗ്നൻസിയിൽ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ കിടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ നന്ദി.